പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സന്ദർശിക്കാൻ വന്നത് പ്രത്യേകമായൊരു നന്ദി കൂടി പറയാൻ വന്നതാണ്. അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, പ്രത്യേകിച്ച് യമനിലെ ആത്മീയ അതുപോലെ തന്നെ ന്യായാധിപ തലത്തിൽ അദ്ദേഹം നടത്തിയ വലിയ ഇടപെടൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ പിന്തുണ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ നിമിഷം തന്നെ അദ്ദേഹത്തെ ആക്ട് ചെയ്തു. അവിടുത്തെ വിവിധ എന്താ പറയുക ന്യായാധിപന്മാരുമായിട്ട് വരെ കോണ്ടാക്ട് ചെയ്യുവാൻ ഈ സ്പിരിച്വൽ ലീഡർ വഴി സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ധാർമ്മികമായും മാനുഷികമായിട്ടുള്ളൊരു പ്രവർത്തനം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഇതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ആ ധാർമ്മികമായ പിന്തുണയ്ക്ക് നന്ദി പറയുവാൻ എനിക്കൊരു ബാധ്യതയുണ്ട്. കാരണം ഞാനിത് കഴിഞ്ഞ 1.5 വർഷമായി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും നിമിഷപ്രിയയുടെ ഫാമിലിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നിലയ്ക്കും അത് വളരെയധികം ഈ ഒരു കാര്യത്തിൽ പ്രവർത്തിച്ചതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ബാധ്യതയും എൻ്റെ ചുമതല കൂടിയാണ് നന്ദി പറയുക എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനത്തിലും ഇതേപോലൊരു കൂട്ടായ എഫേർട്ട് അതിനകത്ത് എല്ലാവരും കേരള സർക്കാരുകൾ, ആക്ഷൻ കൗൺസിൽ അടക്കം, സാജൻ ലത്തീഫ് പ്രിയപ്പെട്ട സൗദിയിലെ വ്യവസായി അടക്കം എല്ലാവരുമായി ചേർന്ന് കോർഡിനേറ്റ് ചെയ്യുവാൻ പ്രിയപ്പെട്ട ഉസ്താദിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഒരുമിച്ച് ആ മോചനത്തിനായി നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താ? നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നിമിഷപ്രിയയുടെ മോചനം, നിമിഷപ്രിയയുടെ തിരിച്ചുവരവ്. അതിന് നമ്മൾ ഒരു സമൂഹമായി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.